Hello friends, welcome back to my YouTube channel Riya Standard Plans. അപ്പോൾ നെക്സ്റ്റ് നമ്മളിവിടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഐസോസെൽസ് ട്രയാങ്കിളിനെ പറ്റിയിട്ടുള്ളതാണ്. പേജ് നമ്പർ 9 ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ആ ബോക്സിന്റെ അടിയിലായിട്ടാണ് വരുന്നത്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4 cm, 5 cm, 6 cm. 6 cm, 5 cm, 4 cm ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് അതേ ട്രയാങ്കിൾ ഒന്ന് വരച്ച് നോക്കാം. ആദ്യം ഞാനിവിടെ 6 cm ആയിട്ടാണ് ഇവിടെ ബേസ് എടുക്കുന്നത്. 6 cm ബേസ് ആയിട്ട് എടുത്തു. A, B എല്ലാം കൊടുത്തു. ഇനി 4 cm, 5 cm ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാനിവിടെ A എന്ന പോയിന്റിൽ നിന്ന് കോമ്പസിലാണ് എടുക്കേണ്ടത്. കോമ്പസിൽ 4 cm മെഷർ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ എന്ന പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി 5 cm എടുക്കാം. അടുത്ത സൈഡ് എന്ന് പറയുന്നത് 5 cm ആണല്ലോ. 5 cm എന്ത് ചെയ്യാം, നമ്മള് കോമ്പസ് എടുക്കുക. ബി എന്ന പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം. ഒരാർക്ക് വരച്ചു. അത് എവിടെയാണോ ഉള്ളത് അവിടെ വരയ്ക്കട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ കൂട്ടുമുട്ടി ഈ പോയിന്റിൽ നിന്ന് എ എന്ന പോയിന്റിലേക്ക് ലൈൻ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബി എന്ന വരയ്ക്കാം. സി ഇവിടെ 6 cm, നമ്മളിവിടെ നിർത്തത് 4 cm, 5 cm. ആ കൺസ്ട്രക്ഷൻ ആണ്. ഇനി നെക്സ്റ്റ് now we can draw an isosceles triangle with the same base and area. സെയിം ബേസും ആയിരിക്കണം, സെയിം ഏരിയ ആയിരിക്കണം. അപ്പോ സെയിം ഏരിയ ആകുമ്പോൾ നമ്മൾ ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. സെയിം ഏരിയ ആകുമ്പോൾ ബേസിന് പാരലൽ ആയിട്ട് മൂന്നാമത്തെ വെർട്ടെക്സിലൂടെ പാരലൽ ആയിട്ട് വരയ്ക്കണം. അപ്പോ ബേസ് ഇനി തേർഡ് വെർട്ടെക്സിലൂടെ പാരലൽ ആയിട്ട് വരയ്ക്കാം. പാരലൽ ആയിട്ട് വരച്ചു. ഇനി എന്ത് ചെയ്യേണ്ടത്, ഐസോസെൽസ് സെയിം ബേസും സെയിം ഏരിയ ആയിട്ടാണ് വരുന്നില്ല. ഇനി നെക്സ്റ്റ് ഐസോസെൽസ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ചെയ്തിട്ട് നമുക്ക് ഐസോസെൽസ് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് അറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇവിടെ 6 cm ആണ് ബേസ്. 6 cm ബേസ് ഉള്ളത് കോമ്പസിൽ നമ്മൾ എന്ത് ചെയ്യാം, 6ന്റെ ഹാഫ് ആണല്ലോ 3 cm മെഷർ ചെയ്യാം. നമ്മൾ ഇവിടെ തന്നെ മെഷർ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു. അപ്പോ 3 cm ഏകദേശം ഹാഫ് നമുക്ക് അറിയാലോ എടുക്കാം. എന്നിട്ട് അതിനേക്കാളും കൂടുതൽ കോമ്പസ് ഒന്ന് വരിക്കാം. ഓക്കെ, ഒന്ന് വരിച്ചിട്ട് ഒരു മുക്കാ ഭാഗം എന്ന് പറയും. 3 cm-ന്റെയും 6 cm-ന്റെയും ഇടയിലുള്ളത് 4, 5 ഒക്കെ എടുക്കാൻ പറ്റും. ആ സെന്റിമീറ്ററിൽ നമ്മൾ കോമ്പസിന്റെ മെഷർ എടുത്തിട്ട് എ എന്ന പോയിന്റിൽ നിന്ന് ഒരാൾക്ക് വരയ്ക്കാം. നമ്മള് കോമ്പസ് പെൻസിലോട്ട് വരയ്ക്കണതാണ്. ഇനി ഈ അടിയിലുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാം, ഒരാൾക്ക് വരയ്ക്കാം. ഈ പോയിന്റിൽ നിന്നും ഇതേ അളവ് തന്നെ, ഇവിടെ ഉള്ളതാണ് വെച്ചത്, ഇതേ അളവ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വരച്ചു കൊടുക്കും. അതേപോലെ തന്നെ അടിയിൽക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരയ്ക്കാം. ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ടല്ല വരച്ച്, നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരക്കണം. ശരിക്കും നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടായിരിക്കും ഇത് വരിക. ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടായിരിക്കും നമുക്ക് ഇവിടെ വരിക. അപ്പോ ഇതിന്റെ ഐസോസെൽസ് ട്രയാങ്കിൾ കിട്ടാൻ ഈ ആകൊരു മെത്തേഡ് കൂടി ഉള്ളൂ. എന്താണ്, ഇപ്പൊ ഇവിടെ മുട്ടിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് വരച്ചാലും ഐസോസെൽസ് ട്രയാങ്കിൾ ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും, രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോ ഈ പോയിന്റിലാണ് നമ്മൾ ചേരുന്നത്. നമുക്ക് ഈ പോയിന്റിൽ തന്നെ വരയ്ക്കണം. കാരണം നമുക്ക് സെയിം ഏരിയ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റിൽ തന്നെ എന്ത് ചെയ്യണം, എ എന്ന പോയിന്റിലേക്ക് വരയ്ക്കാം. ബി എന്ന പോയിന്റിലേക്കും കൂട്ടി വരയ്ക്കാം. ഞാനിതിന് ഡി എന്ന് ഡിനോട്ട് ചെയ്യാണ്. മറ്റേ ആംഗിൾ നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്തത്, ഇതിനാണ് ഡി എന്ന് ഡിനോട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഐസോസെൽസ് ട്രയാങ്കിൾ ഇവിടെ ഏതാണ്, ട്രയാങ്കിൾ ഏതാണ്, ട്രയാങ്കിൾ ABD.
ട്രയാങ്കിൾ എ ബി ഡി ആണ് ഇവിടെയുള്ള ഐസോസെലസ് ട്രയാങ്കിൾ. നെക്സ്റ്റ് 10th പേജില് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Again you can draw another triangle of the same base and area with the left side 7 cm. വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് സെയിം ബേസും ഏരിയ ആയിരിക്കണം. അതിന്റെ ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ ആയിരിക്കണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏത് സെന്റിമീറ്റർ ആയിരുന്നത്? ഏതാണ്? 4 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മൾ ഇവിടെ 7 സെന്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. അതിനുള്ളതാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത്. സെയിം ഏരിയ ആണെന്ന് പറഞ്ഞു അല്ലെ. ബേസ് ആൻഡ് സെയിം ഏരിയ വിത്ത് ലെഫ്റ്റ് സൈഡ്. സെയിം ഏരിയ ആവുമ്പോ എന്ത് ചെയ്താൽ മതി? തേർഡ് എന്ന വെർട്ടെക്സിലൂടെ മെയിൻ വശമാണ് വരയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് അറിയാം? 7 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കണം. നമുക്ക് ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അത് നമുക്ക് ഇനി ഏത് ഭാഗത്താണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 7 സെന്റിമീറ്റർ എടുക്കണം. കോമ്പസിൽ നമ്മൾ 7 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് എ എന്ന പോയിന്റിൽ എ സി ആണ് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു. അപ്പോ എ എന്ന പോയിന്റിൽ നിന്ന് 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. അവിടെ 7 സെന്റിമീറ്റർ ഏകദേശം ഇവിടെയാണ് കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യാ? ഈ എവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ആർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ അല്ലെ. കോമ്പസ് നമ്മൾ പെൻസിൽ എടുത്തിട്ട് പെൻസിൽ കൊണ്ടൊരു ആർക്ക് വരയ്ക്കുകയാണ്. നമ്മള് എവിടെയാണോ പോയിന്റ് അവിടെ വരയ്ക്കുകയാണ്. അപ്പം ഈ പാരലൽ ലൈനിൽ നിന്ന് ആർക്ക് വരച്ച ആ ഭാഗത്ത് നിന്ന് എ എന്ന പോയിന്റിലേക്ക് ബി എന്നതിലേക്കും വരയ്ക്കാം. നമുക്ക് കിട്ടി. ഇവിടെ 7 അപ്പൊ ഇവിടെ ഉള്ള മെത്തേഡ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 7 സെന്റിമീറ്ററുമായി സെയിം ബേസുമായി സെയിം ഏരിയയുമായി. ഓക്കെ, ഞാനിവിടെ ഡി എന്ന ലെറ്ററോട് ഡിനോട്ട് ചെയ്യാം. നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ വരച്ചു അല്ലെ. ഒരു ട്രയാങ്കിൾ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞു. ഐസോസെലസ് ട്രയാങ്കിൾ വരച്ചു. പിന്നെ പറഞ്ഞു നമ്മളോട് 7 സെന്റിമീറ്റർ സൈഡായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ. നമ്മൾ അതൊക്കെ വരച്ചു കഴിഞ്ഞു. Can we draw an isosceles triangle of the same area with a base 5 cm? 5 cm ബേസ് ആയിട്ട് വരുന്ന സെയിം ഏരിയയുള്ള ഐസോസെലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കാൻ പറ്റുന്നത്. നമ്മൾ ആദ്യം 6 സെന്റിമീറ്ററിലാണ് നമ്മൾ വരച്ചിരുന്നത്. ഇനി 5 സെന്റിമീറ്ററിലാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്ത് ചെയ്യാം? ആദ്യം 5 സെന്റിമീറ്റർ ഇവിടെ ബേസ് ആയിട്ട് വരുമ്പോ സി ബി ആണല്ലോ ലൈനിൽ 5 സെന്റിമീറ്റർ. അപ്പോ ഈ ലൈനിന്റെ തേർഡ് വെർട്ടെക്സ് ഏതാണ്? എ എന്ന പോയിന്റ് ആണ് തേർഡ് വെർട്ടെക്സ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? തേർഡ് വെർട്ടെക്സിലൂടെയാണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്, പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. സി ബി അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാരലൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, പാരലൽ ലൈൻ വരയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഐസോസെലസ് ട്രയാങ്കിൾ ആവുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പം 5 സെന്റിമീറ്റർ 2.5 ഏകദേശം ഇത്ര വരും. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യാം? കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലർ ആർക്ക് വരയ്ക്കുക ആദ്യം. ഓക്കെ, ഇനി സി എന്ന പോയിന്റിൽ നിന്നും ഒരു ആർക്ക്. ഇനി എന്ത് ചെയ്യാം? അതിന്റെ അടിയിലോട്ട് അങ്ങനെ വരയ്ക്കാം. ഓക്കെ, അങ്ങനെ വരച്ചതിന് ശേഷം ഈ പെർപെൻഡിക്കുലർ വരച്ചിട്ട് എന്ത് ചെയ്യാം? ആദ്യം ഒരു പെർപെൻഡിക്കുലർ ലൈന് വരയ്ക്കാം. ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ ലൈനായിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞു. ഇനി ഐസോസെലസ് ട്രയാങ്കിൾ ചെയ്താൽ മതി. അപ്പൊ ഈ പോയിന്റിലൂടെ ആയിരിക്കണം. അപ്പൊ സി എന്ന പോയിന്റ് എന്ത് ചെയ്യാം? ഈ ലൈനിലോട്ട് ജോയിൻ ചെയ്യാം. പിന്നെ ബി എന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇനി ഇവിടെ ഡി എന്ന പേര് കൊടുക്കും. ഇപ്പോ ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? 5 സെന്റിമീറ്റർ ബേസ് ആയിട്ട് എടുത്തു. 5 സെന്റിമീറ്ററിന്റെ അതിന്റെ ഹാഫിനെക്കാളും കൂടുതലായിട്ട് വരച്ചു. ഇത് കറക്റ്റ് മെഷർമെന്റ് ഒന്നും അല്ല. നിങ്ങള് സ്കെയിൽ എടുത്തുകൊണ്ട് വരയ്ക്കണം. എന്നാലേ ശരിക്കും ആയിട്ട് വരയുള്ളൂ. ചെറുതായിട്ട് വളവും തിരിയൊക്കെ. അപ്പൊ ഓക്കെ, അങ്ങനെ ചെയ്യാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി ഷീറ്റ് 11 പേജില് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3 cm, 4 cm and 6 cm. Draw 3 different
റൈറ്റ് ആംഗിൾസ് ഓഫ് ദ സെയിം ഏരിയ. സെയിം ഏരിയയില് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് 3 എണ്ണാണ് വരയ്ക്കേണ്ടത്. സൈസ് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ 4 and 6. ഓക്കെ, അപ്പോ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാം. ബേസ് 6 എടുക്കാം. 6, 3, 4. ഇവിടെ ആദ്യം മാർക്ക് വരയ്ക്കാം കേട്ടോ. ആദ്യം 6 സെന്റിമീറ്റർ വരച്ചതിന് ശേഷം 3 സെന്റിമീറ്റർ ആർക്ക്, 4 സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കാം. അങ്ങനെ ആർക്ക് വരച്ചതിന് ശേഷം ഡ്രോ 3 ഡിഫറെന്റ് റൈറ്റ് ആംഗിൾസ് ഓഫ് ദ സെയിം ഏരിയ. സെയിം ഏരിയയിൽ റൈറ്റ് ആംഗിൾ ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എ എന്ന പോയിന്റ് സെയിം ഏരിയ ആണോ? അപ്പൊ എ ബി ഇവിടെ സി ആണ് പോയിന്റ്. എ ബി സി എന്ന വെർട്ടെക്സിലൂടെ പാരലൽ ലൈൻ എ ബിക്ക് പാരലൽ ലൈനായിട്ട് വരയ്ക്കാം. ഓക്കെ, ഒരു ലൈൻ വരയ്ക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കണം വരുന്നത്. അപ്പോ ഇങ്ങനെ ഒരു എ എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആയിട്ട് വരയ്ക്കണം. എന്നാലേ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താണ്? 90 ഡിഗ്രി ആവണം. ഒന്നില്ലെങ്കിൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യാം? 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. നമുക്കൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഇപ്പോ ഇതെന്താണ്? 90 ഡിഗ്രി ആണ്. ഇനി ഇതൊരു ട്രയാങ്കിൾ ആക്കി മാറ്റാം. ട്രയാങ്കിൾ ആക്കുമ്പോ ബി എന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഡി എന്തിനാണ് കൊടുത്തത്? എ ബി ഡി. അപ്പോ ഇവിടെ ഞാൻ 6 സെന്റിമീറ്റർ ആണ് ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോ അവിടെ കിട്ടിയത് ഏത് ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ എ ബി ഡി. ഇനി നെക്സ്റ്റ് അതില് അടുത്ത നമുക്ക് ഇനി ചെയ്യാം. 4 സെന്റിമീറ്റർ എടുക്കാം. അപ്പൊ 4 സെന്റിമീറ്ററും ബേസ് ആയിട്ട് നമുക്ക് അവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഈ ബേസ് ആയിട്ട് ഇവിടെ 4 ആയിട്ട് എടുക്കുമ്പോ എ എന്ന പോയിന്റ് ആയിരിക്കും തേർഡ് വെർട്ടെക്സ്. അപ്പൊ ഇനി ഇതിന് പാരലൽ ലൈൻ ആയിട്ട് ആദ്യം വരയ്ക്കണം. ഒരു പാരലൽ ലൈൻ ആയിട്ട് വരയ്ക്കാം. ഇനി അതിനുശേഷം 4ലാണല്ലോ കൊണ്ടുവരേണ്ടത് അല്ലേ? 4 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുമ്പോ ഈ പോയിന്റ് ഇവിടെയാണല്ലോ പാരലൽ ലൈൻ കാണുമ്പോൾ ഒന്നുകൂടെ വരയ്ക്കാം. ഇനി ബി എന്ന പോയിന്റിന് ഇവിടെ എന്ന പോയിന്റിൽ നിന്നായിരുന്നു ആദ്യം ഇവിടെ വരച്ചത്. ഇനി ബി എന്ന പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് വരയ്ക്കാം. എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. 90 ഡിഗ്രിയിൽ ആയിരിക്കണം. 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യാം? ഇപ്പോ ഇതിന് ഡി എന്നും ഈ ട്രയാങ്കിളിന്റെ ഇതെന്താണ്? സി ബി ഡി. ഇവിടെ വരുന്നത് ഏതാണ്? സി ബി ഡി. ഇവിടെ നമ്മൾ 4 സെന്റിമീറ്റർ ആണ് ബേസ് എടുത്തത്. ട്രയാങ്കിൾ വന്നത് ട്രയാങ്കിൾ സി ബി ഡി. ഇനി നെക്സ്റ്റ് അപ്പൊ നെക്സ്റ്റ് 3 എന്ന ബേസിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പാരലൽ ലൈൻ ആദ്യം വരയ്ക്കണം. പാരലൽ ലൈൻ വരയ്ക്കാം. നെക്സ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. എന്നാലും നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യാം? ഈ എ എന്ന പോയിന്റ് ഇങ്ങോട്ട് മുട്ടിക്കുക. ഇവിടെ ഡി എന്ന് കൊടുക്കുക. അപ്പൊ ഇവിടെ 3 എടുത്തപ്പോ സി എ ഡി. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ്? ആദ്യം 6 സെന്റിമീറ്ററിൽ പാരലൽ ലൈൻ വരച്ചു. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരച്ചു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. പിന്നെ 4 സെന്റിമീറ്റർ നമ്മൾ ബേസ് ആയിട്ട് എടുത്തപ്പോൾ ലൈൻ വരച്ചു. പിന്നെ ബി എന്ന പോയിന്റിന് പാരലൽ ലൈനിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ വരച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്തത് 3
സെന്റിമീറ്റർ എടുത്തു. 3 സെന്റിമീറ്റർ എടുത്തപ്പോ പാരലൽ ലൈൻ വരച്ചു. 3ക്ക് പാരലായിട്ട് CAക്ക് പാരലായിട്ട് B എന്ന വെർട്ടെക്സിലൂടെ ലൈൻ വരച്ചു. പിന്നെ അതിനുശേഷം ചെയ്തത് നമ്മള് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് വേണ്ടിയിട്ട് 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈന് ആ പാരലൽ ലൈനിലേക്ക് ജോയിൻ ചെയ്തു. ഇനി വല്ല ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യന് ഡ്രോ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. ഡ്രോ ട്രയാങ്കിൾസ് ABP, BCQ ആൻഡ് CAR ഓഫ് ദ സെയിം ഏരിയ വിത്ത് മെഷർമെന്റ്സ് given below. ആംഗിൾ BAP is equal to 90 ഡിഗ്രി. ആദ്യം ആദ്യത്തെ ആംഗിൾ ഇവിടെ വെക്കേണ്ടത് BAP 90 ഡിഗ്രി ആണ്. BA നമ്മളെന്ത് ചെയ്യാം, ഇവിടെ 7 സെന്റിമീറ്ററിന് പാരലൽ ആയിട്ട് C എന്ന വെർട്ടെക്സിലൂടെ വരയ്ക്കാം. ഇനി BAP ആണ്. ഈ P ഏത് പോയിന്റിൽ വരണം? C എന്ന പോയിന്റിൽ, C എന്ന ഈ പാരലൽ ലൈനിൽ വരണം. അപ്പൊ BAP ഓക്കെ. ഇവിടെ 90 ഡിഗ്രി ആണ് നമുക്ക് വേണ്ടത്. BAP is equal to 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി വരയ്ക്കാം. ആംഗിൾ അടയാളപ്പെടുത്താം. ഓക്കെ. അപ്പൊ ഇതെന്തായി? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആയി. അപ്പൊ BAP എന്താണ്? 90 ഡിഗ്രി എന്ന കൺസെപ്ഷനിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. എന്താ സിമ്പിൾ ആയിട്ടാണ് വരച്ചത്. എബിക്ക് പാരലായിട്ട് C എന്ന വെർട്ടെക്സിലൂടെ പാരലൽ ലൈൻ വരച്ചു. 90 ഡിഗ്രി അടയാളപ്പെടുത്തി നമ്മൾ വരച്ചു. ഇനി നെക്സ്റ്റ് ABCയില് നെക്സ്റ്റ് എന്താ പറഞ്ഞത്? BCQ 60 ഡിഗ്രി ആണ് വരയ്ക്കാൻ പറഞ്ഞത്. BCQ വരേണ്ടത് എവിടെ ആയിരിക്കും? A എന്ന ഈ ലൈനിലൂടെ ആയിരിക്കും. നമ്മുടെ ലൈൻ വരയ്ക്കണം BC. അപ്പൊ BCക്ക് പാരലായിട്ട് എന്താ എന്ന വെർട്ടെക്സിലൂടെ ലൈൻ വരയ്ക്കാം. ഇനി BCQ എത്രയാണ്? 60 ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത്. 60 ഡിഗ്രി ആവും വരുമ്പോ ഏകദേശം നമ്മള് ഇവിടെ നമ്മൾ പ്രൊട്രാക്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 60 ഡിഗ്രി മെഷർ ചെയ്യാം. ഒരു ഏകദേശം ഇവിടെ ആയിട്ട് പോയിന്റ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സ്കെയിൽ എടുത്തിട്ട് ഈ പോയിന്റിലോട്ട് വരയ്ക്കാം. അങ്ങനെ നമുക്ക് ഇവിടെ D എന്ന് ലെറ്റർ ഡിനോട്ട് ചെയ്യാം. അപ്പൊ CBD ഏതാണ്ട് 60 ഡിഗ്രി. അപ്പൊ ഇവിടെ ഉള്ളത് 60 ഡിഗ്രി ആണ്. ഇവിടെ ആംഗിൾ BAP, ഇവിടെ BCD. ഇവിടെ D അല്ലല്ലോ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? Q എന്ന ലെറ്റർ കൊണ്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്യേണ്ടത്. Q എന്നാ കൊടുക്കേണ്ടത്. അപ്പൊ BCQ. കൺഫ്യൂഷൻ ഉണ്ടോ? D എന്നല്ല കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. BCQ 60 ഡിഗ്രി എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ BCQ 60 ഡിഗ്രി വരച്ചത്. BCക്ക് പാരലലായിട്ട് A എന്ന വെർട്ടെക്സിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ചു. പിന്നെ ഇവിടെ പ്രൊട്രാക്ട് എടുത്തിട്ട് 60 ഡിഗ്രി മെഷർ ചെയ്തിട്ട് Q എന്ന പോയിന്റിൽ അടയാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? അവിടേക്ക് 60 ഡിഗ്രി ആയിട്ട് വരച്ചു. ഇനി നെക്സ്റ്റ് ACR 30 ഡിഗ്രി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ട്രയാങ്കിൾസിൽ വരയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾസിൽ തന്നെ 3 വരയ്ക്കാനും കഴിയും. അപ്പൊ ഞാനൊന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് നേരെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് 3 ട്രയാങ്കിൾസിൽ വരയ്ക്കണേ. ഇനി ACR 30 ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത്. ACR 30 ഡിഗ്രി ആവുമ്പോ ACക്ക് പാരലായിട്ട് B എന്ന, അപ്പോ AC ആണ്, ACR ആണ് 30 ഡിഗ്രി. അപ്പോ ACക്ക് പാരലായിട്ട് B എന്ന വെർട്ടെക്സിലൂടെ പാരലൽ ലൈൻ വരയ്ക്കാം. ACക്ക് പാരലായിട്ട് ഞാൻ എന്ത് ചെയ്തു? പാരലൽ ലൈൻ വരച്ചു. ഇനി ACR 30 ഡിഗ്രി ആണ്. അപ്പൊ ഏകദേശം 90 ഡിഗ്രിയേക്കാളും കുറവല്ലേ. അപ്പൊ ഈ സൈഡിലേക്കൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. ഇവിടേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൂ. ഇവിടെ 30 ഡിഗ്രി നമ്മൾ എടുക്കാം. എന്ത് ചെയ്യാം? ഏകദേശം ഈ രൂപത്തില് ഇനി പാരലൽ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ACR ആംഗിൾ, അപ്പൊ എന്ത് ചെയ്യാം? ACR ഈ പോയിന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മള് എല്ലാം ചെയ്ത് എവിടെയാണോ മുട്ടണത് ആ പോയിന്റിലാണ് Q എന്ന് കൊടുക്കേണ്ടത്. എവിടെയാണോ ഇവിടെ ജോയിൻ ചെയ്തത് അവിടെ R എന്ന് കൊടുത്തു. പിന്നെ ഇവിടെ എവിടെയാണോ ചെയ്തത് P എന്നും കൊടുത്തു. ACR നേരെ വരയ്ക്കാണ് ഞാൻ 30 ഡിഗ്രി. ഓക്കെ. അപ്പൊ ACR എന്താണ്? 30 ഡിഗ്രി കിട്ടി. ACR കിട്ടില്ല 30 ഡിഗ്രി.
അപ്പൊ നമ്മള് BAP ചെയ്തു. BAP 90 ഡിഗ്രി, BAP 90 ഡിഗ്രി. പിന്നെ പറഞ്ഞിട്ടുള്ളത് BCQ ആണ്. BCQ 60 ഡിഗ്രി, ACR 30 ഡിഗ്രി. ഇനി ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.